ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ ഇപ്പോൾ ഇൻട്രോ തന്നെ ഒരു ബാഗ് എന്നല്ലേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചതാണ്. നീണ്ടൊരു 2 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. പക്ഷേങ്കിൽ നല്ല കട്ട കലിപ്പിലാണ് കേട്ടോ നിഷാക. കുറേ നേരമായിട്ട് എന്നെ കാത്തിരിക്കുകയാണ്. ഡ്രസ്സ് ചെയ്യലും പാക്കിങ്ങും ഒക്കെ നേരത്തെ കഴിഞ്ഞതാണെങ്കിലും എന്തൊക്കെയോ ഒരു വെപ്രാളം, മൊത്തത്തിൽ വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെറുതെ സമയം പോയതാണ്. എന്തൊക്കെ നേരത്തെ എടുത്തു വെച്ചാലും എന്തോ എടുക്കാൻ മറന്നൊരു ഫീലിലാണ് എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇന്നും ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഞാനുള്ളത്. സാധാരണ ഞാൻ ഒരു ദിവസത്തേക്കാണെങ്കിലും ഒരു മാസത്തേക്കാണെങ്കിലും ഒരേ ലഗേജിലാണ് പോവുക. എൻ്റെ കയ്യിൽ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള കുറേ കണ്ടമാനം സാധനങ്ങളുണ്ടാവും. പക്ഷേങ്കിൽ അവിടെ പോയാലത് ഉപയോഗിക്കുന്നതാണോ അല്ലേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എത്ര നല്ല ഡ്രസ്സ് എടുത്തിട്ട് പോയാലും നമ്മളെ റൂമത്തെ നമ്മളെ അലമാരയിൽ മടക്കി വെച്ച പഴയ ഡ്രസ്സ് ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ഏത് പുതിയ ഡ്രസ്സിനും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു തീരുമാനം എടുത്തു. എന്തായാലും കൊണ്ടുപോകുന്ന ഡ്രസ്സൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം 2 ബാഗിൽ ഒതുക്കി. ഒരു 2 ഹാൻഡ് ബാഗ് മാത്രം, അത്രയേ ഉള്ളൂ. എനിക്ക് പകലിനെക്കാട്ടിലും രാത്രിയിലാണ് ഇങ്ങനെ പോകാൻ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടകളിലും ഈ ടൗണിലൊക്കെ കാണുന്ന ലൈറ്റ്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അത് കാണുമ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനൊരു വല്ലാത്തൊരു ഫീലാണ്. അതിൽ പ്രത്യേകിച്ചുള്ള കടകളാണ് ഈ മീൻകട പോലത്തത്, മീൻകട, പച്ചക്കറി കട, അങ്ങനത്തെ ഒക്കെ. എപ്പോഴാണെങ്കിലും ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ കണ്ണ് ഈ ഒരു കടയിലേക്ക് എങ്ങനെ പോയാലും പോവും. എന്താണെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ മാത്രം പ്രശ്നമാണോ, നിങ്ങൾക്കും ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നിഷാക്കാക്ക് 2 ദിവസത്തേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഞാനും മക്കളും മാത്രമാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. നിഷാക്ക് ഇന്ന് തന്നെ ഞങ്ങൾ ആക്കിയിട്ട് തിരിച്ചു പോരും. മൂപ്പരവിടെ സാധനം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുന്നതാണ്. പ്രത്യേകിച്ചൊന്നും എടുക്കാനൊന്നുമില്ല. നേരത്തെ ലൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇതും. അങ്ങനെ വെറുതെ തിരിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വീണ്ടും അങ്ങനെ പിന്നെ നിഷാഖാൻ്റെ കൂടെ കൂടി. ഷോപ്പിൽ കയറുമ്പോൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അയക്കില്ല, പിന്നെ വാങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിഷാക്ക് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പം പിന്നെയും വെറുതെ ഒരു കാര്യമില്ല, ഞാൻ ഫാൻസി സെക്ഷനിലും വെറുതെ ഒന്ന് പോയി നോക്കി. ഒരു മനസുഖം. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹെയർ ബാൻഡ്സും പിന്നെ ക്രാബ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും വാക്കുകൾ കൊണ്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റൂല. എപ്പോഴും അവിടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടൂല. ഒന്ന് മാറി നിന്ന് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഫീൽ എത്രത്തോളാന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന ഒരു വളവാണ് കേട്ടോ. കുറേ ദൂരം ട്രാവൽ ചെയ്ത് ഇരിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അരമണിക്കൂർ ഗ്യാപ്പ് ഡിസ്റ്റൻസേ ഉള്ളൂ. വണ്ടീൻ്റെ ആ ഒരു ലൈറ്റ് കണ്ടപ്പോഴേ ഉമ്മ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നു കേട്ടോ. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയായതുകൊണ്ട് വണ്ടി മുറ്റത്തേക്ക് പോവില്ല. അതുകൊണ്ട് ഇവിടെ ഉമ്മാക്കാണെങ്കിലും എൻ്റെ ബ്രദറിനാണെങ്കിലും ശരി, വീഡിയോയിൽ അങ്ങനെ ഫേസ് കാണിക്കുന്നത് തീരെ ഇഷ്ടമില്ല. വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പം മുങ്ങിക്കളയും. അങ്ങനൊരു പോക്കാണ് ഈ കാണുന്നത്. അത്രയും നേരം TV ആണായിരുന്നു, വീഡിയോ കണ്ടപ്പോൾ പോയി. വന്ന് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് നമ്മൾ പരിപാടീൻ്റെ ടൈമായത്. അങ്ങനെ അതും കണ്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.